ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാദി പ്രതിയാകുന്നു. ഇതുവരെ കുറ്റപത്രം പോലും നൽകാൻ കഴിയാത്ത അന്വേഷണ സംഘവും സർക്കാരും പ്രതികളും തമ്മിൽ ഒത്തുകളിയാണോ എന്നുള്ളതാണ് എല്ലാവരും സംശയിക്കുന്നത്. പലരും പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ്. കുറ്റപത്രം ഇതുവരെ നൽകാത്തത് കൊണ്ട് പല പ്രതികളും ജയിലിൽ നിന്ന് നിഷ്പ്രയാസം പൊതുജനങ്ങളെല്ലാം കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ ലൈവായി കാണുന്നത്. പ്രതികളിൽ ചിലരെ മാപ്പുസാക്ഷിയാക്കാൻ ശ്രമമുണ്ടെന്ന് കേൾക്കും. സ്വർണ്ണക്കൊള്ളയിലെ 2 കേസുകളിലും ഇടക്കാല കുറ്റപത്രം ഉടൻ നൽകുമെന്ന് SIT പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഹൈക്കോടതി പലതവണ വടിയെടുത്തു, എന്നിട്ടും കുറ്റപത്രം കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനയും ഒത്തുകളിയും നടക്കുന്നുണ്ടെന്ന് ന്യായമായും സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അറസ്റ്റിലായി 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തത് കൊണ്ടാണ് പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം കിട്ടുന്നത്. ആ സാഹചര്യമാണ് ഈ കേസിലുള്ളത്. VSSCയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ അതുകൂടി കുറ്റപത്രത്തിനൊപ്പം ഉൾപ്പെടുത്താമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ശബരിമലയിൽ നിന്ന് എത്രത്തോളം സ്വർണം കൊള്ളയടിച്ചെന്ന് ഈ റിപ്പോർട്ട് ലഭിച്ചാൽ ഉറപ്പിക്കാനാവും ഇത്രയും. സ്വർണം വിൽക്കാൻ ഇടനിലക്കാരായവരുടെ അടക്കം പ്രധാന സാക്ഷികളുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. പ്രതികളിൽ ചിലരെ മാപ്പുസാക്ഷിയാക്കി കേസ് കടുപ്പിക്കാനാണ് SITയുടെ തീരുമാനമെന്നാണ് പറയപ്പെടുന്നത്. ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകുമത്രേ. അതേസമയം കൊള്ളയടിച്ച സ്വർണം അത് കണ്ടെത്താനാവാത്തത് ഒരു വെല്ലുവിളിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു 2 കേസുകളിലും ജാമ്യം നേടി കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായി. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1 കേസിൽ ജാമ്യം ലഭിച്ചു. കൂടുതൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ ഇടയുണ്ട് വരും ദിവസങ്ങളിൽ. ഇതിനിടയിൽ മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്തു. കേസിലെ പങ്കും സാമ്പത്തിക ഇടപാടുകളിൽ ബന്ധമുള്ളവരെയും കുറിച്ചാണ് ED പ്രധാനമായും മുരാരി ബാബുവിനോട് അന്വേഷണം നടത്തിയത്. ജനുവരി 29-ാം തീയതി ജാമ്യം ലഭിച്ച S. ശ്രീകുമാർ ഈ ആഴ്ച ഹാജരാകണമെന്ന് ED നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യാപേക്ഷകളിൽ 9-ാം തീയതി വിശദവാദം കേൾക്കും. ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ കൂടുതൽ സാവകാശം തേടിയ പശ്ചാത്തലത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി വാദം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ദ്വാരകാപാലക ശില്പക്കേസിൽ തന്ത്രിയുടെ ജാമ്യ ഹർജി നേരത്തെ സമർപ്പിച്ചിരുന്നു. കട്ടിളപ്പാളി കേസിൽ തിങ്കളാഴ്ചയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. 2 ഹർജികളും ഒന്നിച്ചു പരിഗണിക്കണമെന്നാണ് തന്ത്രിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്.